ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗോവിന്ദൻ ഗീതുവിനെ ഇന്ന് തൻ്റെ ജീവിതത്തിൽ ഭാര്യയായി അംഗീകരിക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനമെടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ അയ്യപ്പേട്ടൻ കാര്യങ്ങൾ ഗോവിന്ദനോട് പറഞ്ഞ് തൻ്റെ വലിയ കുഞ്ഞ്, അതായത് തൻ്റെ ഗണപതി കുഞ്ഞ് എല്ലാ കാര്യങ്ങളും റെഡിയാക്കുമെന്ന്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് തറച്ച് പറഞ്ഞ് ആ ഒരു വിശ്വാസത്തിൽ തന്നെ നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു കാരണവശാലും അങ്ങനെയൊന്നും സംഭവിക്കില്ല കുഞ്ഞെ, നീ നോക്കിക്കോളാൻ പറഞ്ഞു. നീ ഈ വീടിൻ്റെ പടി കടന്ന് വരുമ്പോൾ നിന്നോടൊപ്പം നിൻ്റെ ഗീതവും ഉണ്ടാകും, അതിന് യാതൊരു സംശയവും ഇല്ല എന്നുള്ള കാര്യവും അദ്ദേഹം പറയാം. അങ്ങനെ അയ്യപ്പേട്ടൻ ഗോവിന്ദനെ വെല്ലുവിളിക്കുന്നത് പോലെ സംസാരിക്കുന്നു. ഇതിന് യാതൊരു മാറ്റവും ഉണ്ടാകില്ല എന്നുള്ള കാര്യവും പറഞ്ഞു. അങ്ങനെ ഇവർ ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞ് സംസാരിച്ചു. അതെല്ലാം കഴിഞ്ഞ് ഫോണും അങ്ങ് കട്ട് ചെയ്തു. ആ സമയത്താണ് നമ്മുടെ ഗോവിന്ദൻ മഹേഷിനോട് പറഞ്ഞ അനുസരിച്ച് മഹേഷ് കിഷോറിനെ തപ്പി പോകുന്നത്. അപ്പോൾ കിഷോറിനെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ ഉടനടി എൻ്റെ അരികിലേക്ക് കൊണ്ടുവരണമെന്നുള്ള കാര്യം ഗോവിന്ദൻ പറഞ്ഞു. ഗീതു ഇന്ന് അനുഭവിക്കുന്നത് പോലെ തന്നെ അവനും അനുഭവിക്കണമെന്ന്. അങ്ങനെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ കിഷോറിനെ പൊക്കാനായിട്ട് മഹേഷ് അങ്ങ് പോയി. ഈ സമയത്താണ് ഗീതു ശ്വാസം എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടോടു കൂടി അങ്ങനെ കിടക്കുമ്പോൾ ഒരു റിസ്ക് എടുക്കുന്നുള്ള രീതിയിൽ ഡോക്ടർ മാസ്ക് എടുത്ത് മാറ്റുന്നതും ഗീതുവിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതും. അങ്ങനെ മാസ്ക് എടുത്ത് മാറ്റിയപ്പോഴേക്കും എല്ലാവർക്കും ആകെ ടെൻഷനായി. ഈ സമയത്ത് ഗോവിന്ദൻ ആകെ വെപ്രാളം കയറി. മതി ഡോക്ടർ, ഇനി അത് വേണ്ട, ഗീതു മാസ്ക് വെച്ച് തന്നെ ആ ശ്വാസം എടുത്താൽ മതിയെന്നും പറഞ്ഞു. കാരണം ഗീതു ശ്വാസത്തിന് വേണ്ടി ഇങ്ങനെ വലിക്കുന്നതൊക്കെ നമ്മുടെ ഗോവിന്ദന് ഭയങ്കര പേടിയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടാണ് ഗോവിന്ദൻ അങ്ങനെ പറഞ്ഞത്. എന്തായാലും മാസ്ക് ഇല്ലാതെ ഗീതുവിൻ്റെ നില മുന്നോട്ട് പോകില്ലെന്ന് മനസ്സിലായി ഡോക്ടർക്ക്. വേഗം തന്നെ ഡോക്ടർ എന്ത് ചെയ്തു, ആ മാസ്ക് നേഴ്സിനോട് പറഞ്ഞ് വെപ്പിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്നും കുറേശ്ശെയായിട്ട് നമുക്ക് ഈ ഒരു ഓക്സിജൻ മാസ്ക് എടുത്ത് മാറ്റാൻ സാധിക്കുമെന്നുള്ള കാര്യങ്ങളും പറയുക ഡോക്ടർ. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവിന്ദന് ആശ്വാസമായി. അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഗോവിന്ദൻ പറയുകയും ചെയ്തു. അങ്ങനെ ഇവർ ഈ ഒരു കാര്യമൊക്കെ സംസാരിച്ചു കേട്ടോ. അതെല്ലാം കഴിഞ്ഞു. അങ്ങനെ സംസാരിക്കലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് ഈ വരുണും അതുപോലെ സുവർണയും കൂടി നിന്ന് സംസാരിക്കുക. ഇവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഗീതുവിൻ്റെയും അതുപോലെ ഗോവിന്ദൻ്റെയും കാര്യമാണ്. ഗീതുവിനെ കൊല്ലാനായിട്ട് ഒരാളെ ഏർപ്പാടാക്കണം. ആ ഒപ്പം തന്നെ ഗോവിന്ദനും തീരുകയാണെങ്കിൽ തനിക്ക് അത്രയും സന്തോഷമാണെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതിനൊന്നും ഓർത്ത് വരുൺ സാറ് ടെൻഷൻ ആവണ്ട. സാറിൻ്റെ മനസ്സിൽ ഗീതുവിനോടൊപ്പം ഗോവിന്ദ് സാറും മരിക്കണം, അത്രയല്ലേ ഉള്ളൂ. അതെന്തായാലും അധികം താമസിക്കാതെ നടന്നിരിക്കും, ഞാൻ നടത്തിയിരിക്കും. സാറ് ടെൻഷൻ ആവേണ്ട യാതൊരു കാര്യമില്ല. അടുത്ത ന്യൂസ് ഗീതുവിനോടൊപ്പം ഗോവിന്ദ് സാറും പോയി എന്നുള്ളതായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവന് ഭയങ്കര സന്തോഷം. എന്നിട്ട് ചോദിച്ചു, ഇതൊക്കെ നടക്കുന്ന കേസുകൾ വല്ലതും ആണോ, അതോ ഇത്തവണയും എന്നെ പറഞ്ഞു പറ്റിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഒരിക്കലും ഇല്ല. സാറ് പ്രതീക്ഷയോടുകൂടി കാതോർത്തിരുന്നോളൂ ആ ന്യൂസ് കേൾക്കാനായിട്ട്. സാറിൻ്റെ ജീവിതത്തിൽ സാർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആ വാർത്ത സാറിൻ്റെ കാതുകളിൽ എത്തിയിരിക്കുമെന്ന് പറഞ്ഞു സുവർണ. അങ്ങനെ ഒരു സന്തോഷ വാർത്ത എൻ്റെ കാതുകളിൽ നീ എത്തിച്ചാൽ നീ ഉദ്ദേശിക്കാത്തൊരു ഗിഫ്റ്റ് ഞാൻ നിനക്ക് തരുമെന്നും ഈ വരുൺ നമ്മുടെ സുവർണയോട് പറയുക. അപ്പോൾ അത് കേട്ടപ്പോൾ സുവർണയ്ക്ക് ഒരുപാട് സന്തോഷം, ഒരുപാട് പ്രതീക്ഷ. എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കിട്ടുമല്ലോ, അപ്പോൾ എന്തായിരിക്കും കിട്ടണേന്നൊക്കെയുള്ളൊരു ഇതിൽ ഇങ്ങനെ പുള്ളിക്കാരി നിൽക്കുന്നു. എന്തായാലും ഈ കാര്യവും പറഞ്ഞിട്ട് അവിടെ നിന്ന് വരുൺ അങ്ങ് പോയി. ഈ സമയത്ത് സുവർണ ആരെയൊക്കെയോ ഫോണിൽ വിളിക്കുക. അപ്പോൾ സുവർണയ്ക്ക് ബാംഗ്ലൂരിൽ നല്ല പിടിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് സുവർണ ഫോണിൽ വിളിക്കുകയാണ്. സുവർണ ഫോണിൽ വിളിച്ചിട്ട് ഗീതുവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇരു ചെവി അറിയാതെ ഗീതുവിനെ തീർക്കണമെന്നുള്ള കാര്യമാണ് ഫോണിലൂടെ വിളിച്ചു പറയുന്നത്. ഒരു കാരണവശാലും ഗീതു ജീവനോടെ ഹോസ്പിറ്റലിൽ വിട്ട് പുറത്തേക്ക് വരാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ. അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ആരോടാണ് എന്താണെന്നൊന്നും അറിയില്ല. പക്ഷേ ഗീതുവിനെ കൊല്ലണം എന്ന് വിളിച്ച് എല്ലാം ഇടപാടാക്കി. ആ സമയം അയാളെല്ലാം ഒപ്പിക്കാം എന്ന് തറപ്പിച്ച് പറയുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഗീതുവിൻ്റെ അരികിലേക്ക് ഇയാൾ ഡോക്ടറുടെ വേഷമൊക്കെ ഇട്ട് ഒരു മാസ്ക് ഒക്കെ വെച്ച് വരും. മാസ്ക് വെച്ചാൽ ആരാണ് വരുന്നത് ആരാണ് പോകുന്നതൊന്നും അറിയാൻ കഴിയില്ലല്ലോ. ഈ വന്നയാൾ ഒരു മാസ്ക് ഒക്കെ വെച്ച് ഗീതുവിൻ്റെ റൂമിലേക്ക് പതുക്കെ കയറി ചെല്ലുക. അപ്പം ഗീതുവിന് ഇപ്പോൾ ബോധമുണ്ട്, കണ്ണ് തുറന്നാണ് കിടക്കുന്നത്. ഗീതുവിനെ കൊല്ലാൻ വരുന്നത് അല്ലെങ്കിൽ ഗീതുവിൻ്റെ അരികിൽ വരുന്നത് ആരാണെന്ന് നമ്മുടെ ഗീതുവിന് വ്യക്തമായിട്ട് അറിയാൻ കഴിയും. പക്ഷെ വരുന്നത് ആരാണെന്ന് എന്തിനാണെന്നുള്ള ഒരു ഉദ്ദേശം അത് അയാൾ പ്രാവർത്തികമാക്കുമ്പോഴേ ഗീതുവിന് മനസ്സിലാവുകയുള്ളൂ. എന്തായാലും ഇയാൾ വരുന്നതും ഗീതുവിൻ്റെ അരികിൽ നിൽക്കുന്നതും ഗീതുവിൻ്റെ അരികിലേക്ക് ഇങ്ങനെ ഒരു ഒരു ഭീകരാവസ്ഥയിലേക്ക് നീങ്ങുന്നതും ഒക്കെ ഗീതു ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. കാരണം ഗീതുവിൻ്റെ ജീവൻ എടുക്കാൻ വന്നവനാണ്. ഗീതുവിനതറിയില്ല. അവനിങ്ങനെ അടുത്തടുത്ത് വരുന്നപ്പോഴും ഗീതു വിചാരിക്കുന്നത് ആരായിരിക്കും. അപ്പോൾ ഗീതുവിൻ്റെ ഉൾമനസ്സിലുണ്ട്
ഇത് തന്നെ നോക്കുന്ന ഡോക്ടർ അല്ലല്ലോ, ഇത് വേറെ ആരാണ്ടാണല്ലോ എന്ന് ഗീതുവിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ ഗീതുവിനത് പുറത്തേക്ക് എടുത്ത് പറയാനായിട്ട് സാധിക്കാത്തൊരവസ്ഥ. ആ ഒരവസ്ഥയിലൂടെയാണ് ഗീതു മുന്നോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഇവൻ്റെ റൂമിലേക്ക് കയറി വന്ന് ഗീതുവിൻ്റെ ആ ഓക്സിജൻ മാസ്ക് ഉണ്ടല്ലോ അതെടുത്ത് മാറ്റാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുക. അപ്പോൾ മാസ്ക് ഇങ്ങനെ എടുത്ത് പൊക്കിയപ്പോഴത്തേക്കും ഗീതുവിന് മനസ്സിലായി തന്നെ കൊല്ലാൻ വന്നതാണെന്നുള്ള കാര്യം. എന്നിട്ട് ഗീതു ഇങ്ങനെ ശ്വാസം കിട്ടാതെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവൻ ഈ മാസ്ക് എടുത്ത് മാറ്റിയിട്ട് ഗീതുവിൻ്റെ നേരെ കുറേ നേരം നോക്കി നിന്നിട്ട് ഇയാളങ്ങ് പോയി. ഇയാളത് പോയി കഴിഞ്ഞപ്പോൾ ഗീതു അവിടെ ഒരിറ്റ് ശ്വാസത്തിന് വേണ്ടി ഇങ്ങനെ എടുത്തു വലിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴാണ് ആ നേഴ്സ് അങ്ങോട്ടേക്ക് വരുന്നത്. നേഴ്സ് വന്നു, ഈ കാഴ്ച കണ്ടു. അപ്പോഴേക്കും ആരാണ് ഈ ചതി ചെയ്തതെന്ന് ഓർത്ത് ഓടി വന്ന് ഈ പുള്ളിക്കാരി ആ മാസ്ക് എടുത്ത് ഗീതുവിൻ്റെ മുഖത്തേക്ക് വീണ്ടും വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടറെ വിളിച്ചിട്ട് ഡോക്ടറോട് കാര്യം പറഞ്ഞു. ഇങ്ങനൊരു അവസ്ഥ ഇപ്പോൾ ഉണ്ടായി, ആരാ വന്നതെന്നോ എന്താ ചെയ്തതെന്നോ ഒന്നും അറിയില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദനും ഓടി വന്നു കേട്ടോ. ഗോവിന്ദൻ ഓടി വന്നു കഴിഞ്ഞപ്പോൾ ഗോവിന്ദനോടും പറഞ്ഞു. അപ്പോൾ ശത്രുക്കൾ ഇവിടെയും ഉണ്ടെന്നുള്ള കാര്യം ഗോവിന്ദന് മനസ്സിലായി. പക്ഷേ ഗോവിന്ദൻ പെട്ടെന്ന് ചിന്തിച്ചത് വേറെ ആരുമല്ല, ഈ കിഷോറിനെ തന്നെയാണ് ചിന്തിച്ചത്. കിഷോറാണ് ഇതിനൊക്കെ പിന്നിലെന്നാണ് ഗോവിന്ദൻ ആദ്യം കരുതിയത്. എന്തായാലും ഗോവിന്ദൻ ഈ സമയത്ത് മഹേഷിനെ വിളിച്ചു, എത്രയും പെട്ടെന്ന് അവനെ പൊക്കണം എന്നും പറഞ്ഞുകൊണ്ട്. കാരണം അവൻ ഇനിയും ഗീതുവിനെ അപായപ്പെടുത്താനുള്ള ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം ഗോവിന്ദന് മനസ്സിലായി. അതുകൊണ്ടാണ് ഗോവിന്ദൻ അങ്ങനെ ചെയ്തത്. എന്തായാലും മഹേഷിനോട് നമ്മൾ ഗോവിന്ദൻ കാര്യങ്ങളും പറഞ്ഞു. മഹേഷ് അന്നേരത്തേക്ക് ഒന്നുകൊണ്ടും പേടിക്കണ്ട, പറഞ്ഞ സമയത്തിനുള്ളിൽ അവനെ ഞാൻ ഗോവിന്ദൻ്റെ മുന്നിൽ എത്തിച്ചിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് പോകുക. അപ്പോൾ ഈ കിഷോറിനെ പൊക്കിയെടുത്തുകൊണ്ട് വന്നാൽ അവൻ്റെ അധോഗതി കണ്ടവരാരും കാണില്ല. ഏതായാലും മഹേഷ് പോയിട്ട് വെറും കൈയോടെയല്ല തിരിച്ചു വന്നത്. കിഷോർ എന്ന് പറഞ്ഞവനെ തൂക്കിയെടുത്ത് വണ്ടിയിലിട്ട് കൊണ്ടുവരിക. അങ്ങനെ വണ്ടിയിലിട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്കും ഗോവിന്ദനെ വിളിച്ച് കാര്യം പറഞ്ഞു. മുതലിനെ കിട്ടിയിട്ടുണ്ടോ എന്ന് കൈപ്പറ്റിക്കോളെ. അങ്ങനെ ഗീതുവിനെ അവിടെയുള്ള നേഴ്സിനെയും അതുപോലെ ഡോക്ടറെയും ഒക്കെ ഏൽപ്പിച്ചിട്ട് നമ്മുടെ ഗോവിന്ദൻ കിഷോർ എന്ന് പറയുന്ന കാണ്ടാമൃഗത്തിന് നേരെ കാണാനായിട്ട് പുറപ്പെടുക. അവിടെ ചെന്നു, അവനുമായിട്ട് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നീ ഇത്രയും ദ്രോഹം എന്തിനാടാ ഗീതുവിനോട് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ഗോവിന്ദൻ അവനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വളരെ വളരെ അപമര്യാദയായിട്ടുള്ള രീതിയിലാണ് അവൻ മറുപടി കൊടുത്തത്. കുറേ കാലം അവൾ നിൻ്റെ കൂടെ ജീവിച്ചതല്ലേ, കുറേ കാലം അവളെ കൊണ്ടു നടന്നതല്ലേ, അപ്പോൾ പിന്നെ വർഷങ്ങളോളം അവളോട് പിന്നാലെ നടന്ന ഞാൻ ആരായി? അവളെ കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു ലാഭം വേണ്ടേ? ആ ലാഭമാണ് ഞാൻ എടുക്കാൻ നോക്കിയത്. അവളെ ഞാൻ അറിയാതെ പോകുന്നത് എവിടുത്തെ ന്യായമാണെന്നും ചോദിച്ചുകൊണ്ട് അങ്ങനെ വളരെ മോശമായ രീതിയിൽ ഗോവിന്ദനോട് ഗീതുവിനെക്കുറിച്ച് പറയുവാണ് ഈ കിഷോർ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദൻ്റെ രക്തം മൊത്തത്തിലങ്ങ് തിളച്ചങ്ങ് കയറിയില്ലേ. അവനെ അവിടുന്ന് ഒരൊറ്റ ചവിട്ടിയിട്ട് അവൻ അപ്പുറത്തെ പറമ്പിലാണ് പോയി കിടന്നത്. അപ്പോൾ അത്തരത്തിലേക്കുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ നമ്മുടെ കഥ വരുന്നുണ്ട്. എല്ലാവരും കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.